പരമശിവൻ്റെ മധ്യകേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണിത്. പരമശിവനും പാർവതിയും ഗണപതിയും സുബ്രഹ്മണ്യനും സമേതയുള്ള അപൂർവം സ്വയംഭൂ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. 1000-ലധികം വർഷം പഴക്കമുള്ള ക്ഷേത്രമാണിത്. നിരവധി കൊത്തുപണികളും ചുവർ ചിത്രങ്ങളും നിറഞ്ഞതാണ് ഈ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ബലിക്കൽ പുരയുടെ മുകളിൽ രാമായണം പൂർണ്ണമായും ശില്പരൂപത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. നിരവധി പ്രത്യേകതകളും ശില്പഭംഗിയുമുള്ള ക്ഷേത്രം, പക്ഷേ കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലാണ്. നിലവിലെ സ്ഥിതി ഹൈക്കോടതി നിർദ്ദേശപ്രകാരം 2019 ഡിസംബർ 2 ക്ഷേത്രവും അനുബന്ധ ക്ഷേത്രഭൂമിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്ത് ഭരണം നിർവഹിച്ചു വരികയാണ്. 1980കളിൽ BBC ഈ ക്ഷേത്രത്തിൻ്റെ ചുവർ ചിത്രകലകളെക്കുറിച്ച് പ്രത്യേക ഡോക്യുമെൻ്ററി ചിത്രീകരിച്ചിട്ടുണ്ട്. 2006 കേന്ദ്ര സാംസ്കാരിക മന്ത്രി കുമാരി ഷൈൽജ ഈ ക്ഷേത്രം സന്ദർശിച്ചിട്ടുണ്ട്. തുടർന്ന് 2016 കേന്ദ്ര സാംസ്കാരിക വകുപ്പ് ഈ ക്ഷേത്രത്തിലെ ശില്പചിത്ര സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പണം അനുവദിച്ചിരുന്നു. തുടർന്ന് 2018 ഏപ്രിലിൽ ക്ഷേത്രവും അനുബന്ധ ദേവസ്വ സ്വത്തുക്കളും ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രാഥമിക വിജ്ഞാപനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുറത്തിറക്കി. അതുവരെ അത്തിമൺ ഇല്ലത്തിൻ്റെ ഉടമസ്ഥയിലായിരുന്നു ക്ഷേത്രം. പൗരാണികത നിറഞ്ഞു തുളുമ്പുന്ന ഈ ക്ഷേത്രം കണ്ടപ്പോൾ ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്ന ക്ഷീണം ഞാൻ മറന്നുപോയി. യാദൃശ്ചികമായിട്ടായിരുന്നു ഈ വഴി അന്ന് യാത്ര ചെയ്തത്. ഒരുപാട് ചരിത്രങ്ങൾ മൺമറഞ്ഞു കിടക്കുന്ന ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ താലൂക്കിൽ കൂത്താട്ടുകുളം പട്ടണത്തിനോട് ചേർന്ന് ആണ്. MC റോഡിൽ നിന്നും 1/2 കിലോമീറ്റർ കിഴക്ക് മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശംഭോ മഹാദേവ.